പൊറോട്ട. ഇതിലെന്താണ്? ഇതില് വടകറി. ഓ അത് ശരി. പൊറോട്ട സ്പെഷ്യൽ. മുതിര കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയാണല്ലേ? അതിന് കൂട്ട് ചട്നി, ചേന വറുത്ത് അച്ചാറ് പോലെ. ഇത് ചേന വറുത്ത അച്ചാറാണോ ഇത്? അത് ശരി. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ കഴിക്കുന്ന എന്തിന്റെ കൂട്ടത്തിലാണ് കഴിക്കുന്നത്? ഈ ഇഡ്ഡലിയുടെ കൂടെ മുതിര കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ? ഓക്കെ. ഇത് നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കുന്ന ചട്നി അല്ലേ? ഇന്നെന്താ ഐറ്റംസ് ഉള്ളത്? ഓക്കെ ഓക്കെ. കാബേജ് വട. ഓക്കെ, കാബേജ് വട. ഇത് എന്താണ് ഇത് സംഭവം? ദുദ്ദളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂവപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ്. दुधोळी म्हणून आमगेले ट्रेडिशन पड्डे करतानी आता कोरोपा देखून कोण करना देखून आम्ही आता इंट्रोड्यूस केल्या सगळं एका टिपिकल आमगेले दोरकार फूड. വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ എന്നാണ് വേള നിശ്ചയിച്ചിരുന്നത്. 5 മണിക്ക് തന്നെ ധാരാളം ആളുകൾ കൊങ്കണി ഭക്ഷണങ്ങൾ വാങ്ങുന്നതിനും അവ രുചിച്ച് നോക്കുന്നതിനും ഒക്കെ ആയിട്ട് തടിച്ചുകൂടിയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൊങ്കണി ഭക്ഷ്യമേളയിലേക്കാണ്. എറണാകുളം TD റോഡിലുള്ള സുബ്രായപ്പൈ സ്കൂളിൽ അങ്കണത്തിൽ കൊങ്കണി ഭക്ഷ്യമേള നടക്കുകയാണ്. അപ്പോൾ കൊങ്കണി ബ്രാഹ്മണരുടെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ, അവരുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അവരുടെ വളരെ രുചികരവും അതേപോലെ ഒരുപാട് നാൾ പ്രിസർവ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതായിട്ടുള്ള കൊണ്ടാട്ടങ്ങൾ, ഡ്രൈ പിക്കിൾസ്, അതുപോലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈവ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന പലതരത്തിലുള്ള ഐറ്റംസ്, വെറൈറ്റികൾ, ഇതെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതെന്താണ് മേഡം? ഇതെന്താണ്? ഇത് നമ്മളുടെ കായ ബജ്ജ, മുളക് ബജ്ജ അല്ലേ? ഓക്കെ, കായ ബജ്ജ, മുളക്. ഈ സാധനം നമ്മുടെ ഭൂരി പോലെ തന്നെയുള്ള സാധനമല്ലേ? അരിഭൂരി. ഇത് സാധാരണ നമ്മുടെ മലയാളി ഹോട്ടലുകളിൽ പുറത്തൊന്നും കിട്ടാറില്ല ഇതല്ലേ? ഇത് കൊങ്കണികളുടെ ഒരു തനതായിട്ടുള്ള വിഭവമാണ്. റൊണ്ടോസ് എന്നാണ്, അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ കോമ്പിനേഷൻ എന്താണ്? ഇത് കഴിക്കുന്നത് എന്ത് കറിയാ? തോയെന്ന് പറയും. പരിപ്പ് കറി അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ കോമ്പിനേഷൻ. ഓ വെരി ഗുഡ്. ഇവിടെ ഒരു മലയാളി ഇവിടെ ഇത് കഴിക്കാനായിട്ട് ഇവിടെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ രുചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പുള്ളിയടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ റൊണ്ടോസ കഴിക്കാനാണ് പുള്ളി വന്നത്. ഇനി എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്? ക്യാബേജിന്റെ ബജ്ജയാണ്, ക്യാബേജ് വട. ഓക്കെ, ഇവിടെയോ സെയിം ക്യാബേജ് വടയാണ് അല്ലേ? ഇത് ഐറ്റംസ് പത്തറോട കേട്ടിട്ടുണ്ട്. പത്തറോട നമ്മളിത് കാണുന്ന വ്യൂവേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഇത് പറയുന്നത്? ഞാനിത് നമ്മുടെ യൂട്യൂബിൽ വരുന്നതാണിത്. അപ്പോൾ ആ വ്യൂവേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പത്തറോട എന്ന് പറഞ്ഞാൽ എനിക്കറിയാം കൊങ്കണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. പക്ഷെ ഇത് നമ്മളതിനെ പ്രോസസ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവരും. അത് ശരി, വെരി ഗുഡ്. കൂട്ടുകറി, എരിവുള്ള കൂട്ടുകറി അല്ലേ? ആ, എല്ലാം ഉണ്ട്. എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്? കറാത്തെ എന്ന് പറഞ്ഞാൽ പാവയ്ക്ക. ഓ, പാവയ്ക്ക, ഉരുളക്കിഴങ്ങ്, ഇരുമ്പമ്പുളി, അച്ചിങ്ങ, പിന്നെ കായം. ഓ ശരി, അതൊക്കെ എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഇതല്ലേ? ഇത് എന്തിന്റെ കൂടെ കഴിക്കുക? ദോശയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ചട്നി. ഓക്കെ ഓക്കെ. കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ദുദ്ദളി. ആ, ഓ ഹിറ്റും ഉണ്ടല്ലേ? ഓ വെരി ഗുഡ്, വെരി ഗുഡ്. കൊങ്കണികളുടെ ഒരു പ്രത്യേക വിഭവമാണ് ഹിട്ടു. മൂടോ? അതെന്താ സാധനം? ഓ ശരി, അത് വേറൊരു രീതിയിൽ ചെയ്യുന്നത് മാത്രം. ഓ ഓക്കെ. ഇത് വാഴയില.
അല്ലേ? ഇത് വാഴയിലല്ലേ? പ്ലാവിലാണോ ഇത്? അല്ല, അത് പ്ലാവില. കൈതച്ചക്കയുടെ ലീഫ് മടക്കി ഈ ഷേപ്പിലാക്കിയിട്ട് അതിനകത്ത് ഈ അരിമാവ് ഒഴിച്ച് ഉണ്ടാക്കുന്നത് അല്ലേ? അതിന് പറയുന്ന പേര് മൂടോ. ഓ, അത് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. മാംഗ്ലൂർ സൈഡിലാണ് അതിന്റെ കൂടുതൽ ചെയ്യുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. കൊങ്കണികളുടെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓ, ഇത് മൈസൂർ ബൺസാ? മൈസൂർ ബൺസ് അല്ലേ? കുറച്ച് സ്വീറ്റ് ഉണ്ടാവും, അധികം സ്വീറ്റ് ഇല്ല. ഡയബറ്റിക്സ് ഉള്ളവർക്ക് കഴിക്കാം. ഡയബറ്റിക്സ് ഉള്ളവർക്ക് വെരി ഗുഡ്. പഴം മാത്രം, പഞ്ചസാര ഒന്നും ഇടില്ല, പഴം മാത്രം. പഴം പിന്നെ തൈര് മൈദ. ഓ, അത് ശരി. എന്താണ് സാധനം ഇത്? ബിസ്കൂട്ട് റൊണ്ടി. ബിസ്കൂട്ട് റൊണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരി, എരിവുള്ള സാധനമാണ്. ഓക്കെ ഓക്കെ. ചായയുടെ കൂടെ ബിസ്കൂട്ട് റൊട്ടി അല്ലേ? അത് ശരി, റൊണ്ടി, ബിസ്കൂട്ട് റൊണ്ടി. അത് ബൺസ്. ഇനി ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാ? കൊടപ്പൻ. വാഴപ്പൂവ്. വാഴപ്പൂ കൊണ്ട് ഉണ്ടാക്കുന്നത്. പരിപ്പുവട എന്ന് വേണമെങ്കിൽ പറയാം. പരിപ്പുവട, അത് ക്യാബേജ് വട. ഈ പരിപ്പുവട പോലെ തന്നെ കൊടപ്പൻ കൊണ്ട് ഉണ്ടാക്കുന്ന വട. അത് ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന വട അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നല്ല ഐറ്റംസ് ആണ്. ഇത് റൊണ്ടോസയുടെ പ്രിപ്പറേഷൻ ആണോ? റൊണ്ടോസയുടെ പ്രിപ്പറേഷൻ ആണ് അല്ലേ? നമ്മുടെ മലയാളികളുടെ ഭൂരി തന്നെയല്ലേ ഇത്? അതെ, ഭൂരി എന്ന് അവര് പറയുന്നു. ഇവര് എന്താ വ്യത്യാസം അത് പറ. അരിപ്പൊടിയാണ്. മറ്റേത് ഗോതമ്പ് ആട്ടയാണ് അല്ലേ? ഇത് പച്ചരിപ്പൊടി. പണ്ടത്തെ ആൾക്കാർ ഉണക്കലരിയില്ലേ, പായസത്തിന്റെ അരി, അതുകൊണ്ട് അത് പൊടിച്ചുണ്ടാക്കിയാൽ അതിന് ടേസ്റ്റ് വെറുതെ നല്ല സൂപ്പർ ആയിരിക്കും. വെരി ഗുഡ്. മനസ്സിലായോ? അതെ, ഉണക്കലരി, നാടൻ ഉണക്കലരി. അപ്പൊ കൊങ്കണിമാരുടെ ഏറ്റവും വലിയൊരു വിഭവമാണ് ഈ റൊണ്ടോസോ. തോയ. പിന്നെ വേണമെങ്കിൽ അച്ചാർ വേണമെങ്കിൽ അതിനകത്ത് കൂട്ടിയാൽ ഒന്നും കൂടെ രുചിയായിരിക്കും, വായിക്ക് രുചി. അച്ചാർ കൂട്ടിയും കഴിക്കാം. അച്ചാർ കൂട്ടിയിട്ട് പരിപ്പിന് ഒരു മധുരം ഉണ്ടാവുമല്ലോ. എത്രയായാലും നമ്മള് പരിപ്പും എരിവും കൂടെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാർ ഇതിന്റെ കൂടെ പരിപ്പ് കഴിക്കാൻ നേരത്ത് കുരുമുളക് പൊടി ചേർക്കും. ഒരു എരിവ് വരും. തേങ്ങ ചേർത്ത് എന്താണ് ടെൻഡർ കോക്കനട്ട് ഉണ്ട്, അത് നീർദോശ പറഞ്ഞു. അതിനാണെങ്കിൽ നമ്മള് കായപ്പൊടി ചേർക്കത്തുള്ളൂ. ഓ ശരി. പിന്നെ കുരുമുളക് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ്. അതിൽ കായപ്പൊടി ചേർക്കും. അതിൽ കായപ്പൊടി ചേർത്തിട്ട് താളിക്കാൻ നേരത്ത്. ഓ ശരി. ഓ, പച്ചവെള്ളത്തിൽ കുഴക്കാൻ പാടില്ല, തിളച്ച വെള്ളത്തിൽ വേണം കുഴക്കാനായിട്ട്. അപ്പൊ ഒരുപാട് ഇതിന്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് മിസ്റ്റർ ഹരീഷാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഈ കൊങ്കണി ഭക്ഷ്യമേള എന്താണെന്ന് നോക്കാനായിട്ട് അല്ലേ? അങ്ങേർക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ഇതുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് റൊണ്ടോസൊക്കെ കഴിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടോ റൊണ്ടോസൊക്കെ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഇത് പാഴ്സലൊക്കെ മേടിച്ചു കൊണ്ടുപോകണ്ടോ? വീട്ടിലോട്ട് മേടിച്ചു കൊണ്ടുപോകണം അല്ലേ? വാങ്ങിച്ചുകൊണ്ട് പോകണം. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഫേവറേറ്റ് എന്താണ്? പത്രോട് ഫേവറേറ്റ് ആണ് കൊങ്കണികളുടെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഭക്ഷ്യമേളയിൽ വന്നതാണോ? കൊങ്കണി ഭക്ഷ്യമേളയിൽ വന്നതാണോ? എന്തായി, കഴിച്ചോ? ആഹാരം കഴിച്ചോ? കഴിച്ചു. വളരെ വെറൈറ്റി ഫുഡാണ്. വളരെ വെറൈറ്റിയാണ്. ഭക്ഷ്യമേളയിൽ നടത്തുന്നത് നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, കഴിക്കുന്നുണ്ട് ആഹാരം. അപ്പൊ താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഒരു വെറൈറ്റി ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ച് റൊണ്ടോസോ ആണോ കഴിച്ചത്? റൊണ്ടോസോ കഴിച്ചു. പിന്നെ നീർദോശ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടോ? റൊണ്ടോസ ഞാൻ വീട്ടിൽ അരിയുടെ പൂരി. ശരി, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് മലയാളീസിന് ഇത് വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷ്യമേളകൾ. ഒരുപാട് മലയാളീസുകൾ ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഒരുപാട് നാളെയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ. അപ്പൊ ഈ കൊങ്കണി സമൂഹത്തിന്റെ തനത് വിഭവങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, പത്രവട. ഓക്കെ, പത്രവട കഴിച്ചു.
കഴിച്ചു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമസ്കാരം. ഇത് സുബ്രായപ്പൈ മെമ്മോറിയൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊങ്ങിണി ഭക്ഷ്യമേളയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ കൊങ്ങിണി വിഭവങ്ങൾ, വ്യത്യസ്തമായ കൊങ്ങിണി വിഭവങ്ങൾ ഈ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ മേള നടത്തുന്നത്. ഇത് 3 മാസത്തിലൊരിക്കലും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഭക്ഷ്യമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെയധികം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും മലയാളികളായ പല ഇതര കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല, വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നും അതുപോലെ ആ സമയത്ത് ഇവിടെ ഭക്ഷ്യമേള നടക്കുകയാണ്. ഇത് പലതരത്തിലുള്ള കൊങ്ങിണി വിഭവങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വളരെ ഡെലീഷ്യസ് ആയുള്ള വിഭവങ്ങളാണ്, നിങ്ങൾക്ക് കാണാം. പല കോമ്പിനേഷനിലുള്ള വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഈ മലയാളികളും വരെ, ഞങ്ങളുടെ ഇതര കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരെ വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ വളരെ ഡിമാൻഡ് ഉള്ള വിഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് കൊങ്ങിണി ഫുഡൊക്കെ കഴിച്ചിട്ട്? കഴിച്ചോണ്ടിരിക്കുകയാണ്. ചെറുതിലേ കഴിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ കഴിക്കുന്നത്? ഹിട്ടു. പേരൊക്കെ പഠിച്ചല്ലോ. ഓ, വെരി ഗുഡ്. പ്രധാനമായിട്ടും ഈ നമ്മുടെ ഈ കൊങ്കണികൾക്കൊക്കെ ഈ ഫുഡ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ അധികാരികൾ ഒരാൾ പറഞ്ഞത്, നമ്മളുടെ സമൂഹത്തിലുള്ള ഇതര നിങ്ങളൊരു ഫ്രണ്ട്, കൊങ്കണി ഫ്രണ്ടുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് ഇത് കഴിച്ച് ശീലമുണ്ട്. അപ്പോൾ അതിൻ്റെ രുചി നമുക്ക് മനസ്സിൽ പിടിച്ചു. അപ്പോൾ ഇങ്ങനെ കൊങ്കണി മേള നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും ഉണ്ടാക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. വൈകിട്ടായപ്പോഴേക്കും കൊങ്കണി ഭക്ഷണത്തിൻ്റെ ആരാധകർ, തനതു സമുദായക്കാരും ഇതര സമുദായങ്ങളിൽ നിന്നുള്ള മലയാളികളുടെയും കൊങ്കണി ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു നീണ്ട നിര തന്നെ രൂപപ്പെട്ടു. സംഘാടകർക്ക് ക്യാഷ് വാങ്ങുന്നതിനും ടോക്കൺ കൊടുക്കുന്നതിനും മറ്റുമായി മറ്റൊരു കൗണ്ടർ കൂടി തുറക്കേണ്ടി വന്നു. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ തനത് വിഭവങ്ങളായ ഹിട്ടു, മാംഗ്ലൂർ മൂഡോ, പോളിയാം ഫേഡി, അതായത് ദോശയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന വിഭവം, ദുദ്ധലി, അക്സറ പോളോ അഥവാ നീർദോശ, പത്തർ വോഡോ അഥവാ ചേമ്പിലപ്പം, ബൺസ്, ബിസ്ക്കറ്റ് റൊട്ടി, കൊടപ്പൻ വട, കാബേജ് വട, മുരിങ്ങയില ദോശ, ഉലുവ ചീരദോശ, മുതിര ഇഡ്ഡലി, ചേന വറുത്തുള്ള അച്ചാറ് ഇവയൊക്കെ മേളയുടെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. കൊങ്കണി വിഭവമല്ലെങ്കിലും കേരളത്തിന്റെ ദേശീയ ഭക്ഷണം ആയി മാറിക്കൊണ്ടിരിക്കുന്ന പൊറോട്ടയും അതിന്റെ കൂടെ കൊങ്കണിമാര് ഉണ്ടാക്കുന്ന വടകറിയും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ ഒരു കോമ്പിനേഷൻ വാങ്ങിച്ച് കഴിക്കുന്നതും മേളയിൽ കാണുവാൻ സാധിച്ചു. അതുപോലെ നല്ല ചെലവുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കൊങ്കണികളുടെ റൊണ്ടോസയും പരിപ്പും കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ. ഹായ് ബഡ്മാം, റൊണ്ടോസയാണോ കഴിക്കുന്നേ? എന്താ റൊണ്ടോസ തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ ഈ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറൈറ്റികളിൽ ഒന്ന് ഇതാണ് മെയിൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് റൊണ്ടോസോ. ഒരുപാട് പേര് റൊണ്ടോസ് മേടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ഐറ്റം ആണ്, ഇയാൾക്ക് ഇഷ്ടപ്പെടും. അതെ, ഇവൻ നമുക്ക് മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് അരിപ്പൂരി എന്നാണ് അറിയപ്പെടുന്നത്. അതെ, അരിപ്പൂരി, അരിപ്പൂരി. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ബഡ്മാം, താങ്ക് യു. ഇത് പൊറോട്ടയും വടകറിയും. പൊറോട്ട നമ്മുടെ കൊങ്കണി അല്ല, പക്ഷെ വടകറി കൊങ്കണിയാണല്ലേ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറാണോ? ഇവിടെ എന്താ കഴിക്കുന്നത്? മുളക് ബജ്ജ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് മുളക് ബജ്ജ? ഓക്കെ. ഇതാണ് ഈ കറിയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. അച്ചാറാണോ? അവിടെ വേറൊരു സംഭവം ഉണ്ട്, ചേന കേട്ടിട്ടില്ല, സുർണാച്ചി, എന്താ പറയുക, എടുത്തിട്ടില്ല അല്ലേ? നിങ്ങൾ മലയാളീസാണോ അല്ലെങ്കിൽ? വെരി ഗുഡ്. ഇതെന്താണ് സാധനം? ഇത് കൂവപ്പൊടി കൊണ്ടുള്ള ഒരു മനസ്സിലായി. എനിക്ക് മനസ്സിലായി കൂവപ്പൊടി. അവിടെ പറഞ്ഞവര് എന്താ സാധനം, ഇതാണോ കഴിക്കുന്നത്? ഇവിടെ എന്താ കഴിക്കുന്നത്? നീർദോശ. ഓക്കെ, നീർദോശ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണ്. വെരി ഗുഡ്. ഇത് ലീഫ് ദോശയാണോ? ലീഫ് ദോശയാ? മുരിങ്ങയില ദോശയാ? ഉലുവ ദോശ. ഓക്കെ. ഇതും ഉലുവ ദോശ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കെ. സ്കൂളിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന കുറച്ച് സ്റ്റാളുകളാണ് ഇനി നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്.
ഇവിടെയുള്ള സ്റ്റാളുകളിൽ കൊങ്കണി ഭക്ഷ്യമേള, അതുപോലെ കൊങ്കണികൾ ഉണ്ടാക്കുന്ന പ്രത്യേക വിഭവങ്ങൾ, അതുപോലെ പിക്കിൾസ്, അതേപോലെ കൊണ്ടാട്ടങ്ങൾ, ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തകൃതിയായിട്ടുള്ള സെയിൽസാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചുറ്റുവട്ടത്തുമുള്ള കൊങ്കണികൾ മാത്രമല്ല, മലയാളികളും ഇത് വന്ന് രുചിച്ച് നോക്കാനും ഇതൊക്കെ മേടിക്കാനുമായിട്ടൊക്കെ ആളുകൾ ധാരാളം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉള്ളത് TD റോഡിൽ സുബ്രായപ്പൈ സ്കൂളിൻ്റെ സ്കൂൾ പ്രമൈസസിലാണ് ഈ ഭക്ഷ്യമേള നടക്കുന്നത്. സ്നേഹലത. എവിടെ വീട്? കൊച്ചിയിൽ എവിടെ? ഗോശ്രീപുരം അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണോ? ഇവിടെ പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടെ സ്പെഷ്യൽ സാധനം എന്തൊക്കെയാണുള്ളത്? ജംബൂള്. ഓക്കെ. ജംബൂൾ അല്ലേ? ഇത് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ട, പപ്പടവട, കോവ ഉപ്പേരി, ഗാരി ഉണ്ടായിരുന്നു. ഗാരി കഴിഞ്ഞോ? അത് ശരി. ഇത് നമ്മളുടെ പൊരി മിക്സർ അല്ലേ? പൊരി മിക്സർ. 2 ടൈപ്പ് അവിലുണ്ട്. രണ്ട് ടൈപ്പ് അവിലുപ്പേരി ഉണ്ട് അല്ലേ? അത് വൈറ്റ് പോഹ, അതുപോലെ ചുവന്ന. ഇതെന്താണ്? പുളിയോദര മിക്സ് എന്ന് പറയും. പുളിയോദര മിക്സ്. ഓ ശരി. നമുക്ക് പച്ചരിച്ചോറിൽ മിക്സ് ചെയ്യാൻ പറ്റിയതാ. പച്ചരിച്ചോറിൽ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആണ്. പച്ചരിച്ചോറിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കാം. ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അധികം എരിവൊന്നുമില്ല. എരിവ്, പുളി ഇതെല്ലാം കൂടുതലായത്. ഓ അത് ശരി. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് പുളിയുണ്ട്, മുളക്, കുരുമുളകിന്റെ പൊടി. ശരി. എന്ത് പുളി? വാളംപുളി അല്ലെങ്കിൽ? അത് ശരി. അത് കൊങ്കണികളുടെ ഒരു ഐറ്റം ആണ് അല്ലേ? ഇതെന്താണ് സാധനം? ഇത് മുളക് കൊണ്ടാട്ടം. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് അല്ലേ? ഇത് ബേസിൽ ലഡു. ഇത് ബേസിൽ ലഡു. ഇത് റവ ലഡു. ഇത് റവ ലഡു അല്ലേ? അച്ചാറാ. അതെന്താ സാധനം? ഇത് പുളിയുടെ അച്ചാറാ. നോക്കട്ടെ. നല്ല എരിവ് കൂടുതലായിരിക്കും. കർമ്പൽ പുടികലല്ലേ അല്ലേ? എവിടെയാ സ്ഥലം? എവിടെയാ നിങ്ങളുടെ? അമ്പലമേട് എന്നാണ് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് അല്ലേ? വെരി ഗുഡ്. എന്താ പേര്? എന്റെ പേര് സൗഭാഗ്യലക്ഷ്മി. സൗഭാഗ്യലക്ഷ്മി. ഓക്കെ. മാഡത്തിന്റെ പേര്? ഗിരിജ. എവിടെയാണ് വീട്? കൊച്ചിയിലാണ്. ഗോശ്രീപുരം ചെർളയിലാണോ? വെരി ഗുഡ്. ഡ്രൈ പിക്കിൾസ് ആണ് മെയിൻ ആയിട്ട്. ഡ്രൈ പിക്കിൾസാ? മാങ്ങ, നെല്ലിക്ക, വടുകപ്പുളി, നാരങ്ങ, പിന്നെ ഇരുമ്പുളി. ഇരുമ്പുളി. ചെമ്മീൻ പുളി എന്ന് പറയും. ഇരുമ്പുളി. പിന്നെ വൈരംപുളി, മാങ്ങ. ഇത്രയും വെറൈറ്റീസ് ഉണ്ടല്ലേ? ദുദ്ധേളി. സ്പെഷ്യലാണത് ദുദ്ധേളി അല്ലേ? ഇത് കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ദുദ്ധേളി. ശർക്കര കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. പഞ്ചസാര. ശരി. ചേച്ചിയുടെ പേര്? ഷീല. എവിടെയാ വീട്? കൊച്ചി. ഇവിടെ ചെർളായിയാ? ഓക്കെ. എല്ലാം വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണോ? ഓ വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ കുറെ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതെല്ലാം ഈ പറഞ്ഞ ഇത് എന്താ പറയാ, ഉപ്പിലിട്ടത്, അതേപോലെ തേങ്ങ അരച്ച മസോലു അല്ലേ? മസോലു എന്ന് പറയുന്ന സാധനം. പിന്നെ മുളക് പപ്പടം, ജീരക പപ്പടം, പിന്നെ ഡ്രൈ പിക്കിൾസ് അല്ലേ? ഡ്രൈ പിക്കിൾസ്, വെറൈറ്റി ഡ്രൈ പിക്കിൾസ് ആണുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബിർമി കർമ്പൽ, പാവയ്ക്ക, പിന്നെ അതെ ചെമ്മീൻ പുളി, നെല്ലിക്ക, വടുകപ്പുളി, മാങ്ങ. അതെ, മാങ്ങ ഡ്രൈ പിക്കിൾസ് ഉണ്ട്. അതെ. ഡ്രൈ ആയിട്ടുള്ളതും ഉണ്ട്, ഡ്രൈ അല്ലാത്തതും ഒക്കെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇതെല്ലാം കൊങ്കണികളുടെ ഒരു സ്പെഷ്യൽ വിഭവങ്ങളാണ് അല്ലേ? ഒരു വെറൈറ്റിയാണ്. ഓക്കെ. ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, പിന്നെ ബജാപിട്ടോ എന്ന് പറയുമ്പോ ഉരുളക്കിഴങ്ങ്, വഴുതലങ്ങ ഒക്കെ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ. ഓക്കെ. വേവിച്ച് കഴിയുമ്പോ ഇത് മാത്രം ഇട്ടാ മതി. ഓ ശരി. അത് മാത്രം അതിനകത്ത് ഇട്ടാ മതി. ഇവിടെ പേരെന്താണ്? എന്റെ പേര് കേശവ. എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ടല്ലേ ഇതൊക്കെ?
ഇതെല്ലാം വിവിധ തരത്തിലുള്ള അച്ചാറുകളാണല്ലേ? ഓക്കെ, ഇത് ബനാന ഹലുവ. 1 മാസം വരെ കേടുകൂടാതിരിക്കും. എന്താണ് ഈ പാക്കറ്റിന് വില? 180. ഓക്കെ. പപ്പടം എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ്? പപ്പടം ഓരോ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ജീരകം ഇട്ടുണ്ടാക്കും. ഓ, ഇതെന്താ കെട്ടിന് വില? ഇതിന് 10 എണ്ണത്തിന് 50 രൂപ. ഇത് ബസൻ ലഡു. ഓക്കെ. ഇതെന്താണ് ഈ പൊടി? എന്താണ്? ദോശപ്പൊടി. ഇത് ഒരു ധാഡു. ഓക്കെ. നമുക്ക് അറിയാം, എനിക്ക് മനസ്സിലായി. നമ്മൾ വൈകിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് നമുക്ക് കഴിക്കാവുന്ന സാധനം. വളരെ സ്പീഡിൽ കഴിക്കാനൊന്നും പറയരുത്. കുട്ടികൾക്ക് സ്പീഡിൽ കഴിക്കാൻ പറയരുത്. സാവധാനം നോക്കി കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് മൂക്കിലൊക്കെ പോകും അല്ലേ? ഈ സ്റ്റാളിലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കൊണ്ടാട്ടങ്ങള്, പലതരത്തിലുള്ള കൊണ്ടാട്ടങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് മലയാളീസും ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നുണ്ട്. ഇവര് ഒരുപാട് വാരി കൂട്ടിയിട്ടുണ്ടല്ലോ. ഇത് എന്തൊക്കെയാണ് ഇവര് മേടിച്ചിരിക്കുന്നത്? ഇതെന്താണിത്? കപ്പ കൊണ്ടാട്ടം, പിന്നെ മുറുക്ക്, ജീരക പപ്പടം, നെല്ലിക്ക, ഉള്ളിട്ടുള്ള കൊണ്ടാട്ടം അല്ലേ? വെരി ഗുഡ്. അപ്പൊ അങ്ങനെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാഡത്തിന്റെ പേര്? എവിടെയാണ് വീട്? ഓക്കെ, എല്ലാം കൊച്ചിക്കാരാണല്ലോ ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. 4 വർഷമായി RV കൊമ്പ് ഒരു സംരംഭമാണ്. വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് എല്ലാം. കൂടുതൽ ധാരാളം കച്ചവടം നടക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതിൽ കൊങ്കണി വിഭവങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയത് ഒരുപാട് കാലം കേടുകൂടാതെ. അതെ. ഒന്നും ഉപയോഗിക്കുന്നില്ല. വറ്റലുകൾ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്തിന്റെ വറ്റലാണ്? പയറ്, വെണ്ടയ്ക്ക, പാവയ്ക്ക, പപ്പങ്ങ, പിന്നെ നമ്മുടെ ഇത് മുളക് മോരിട്ടത്. ഓക്കെ. പിന്നെ ഇത് കോവയ്ക്ക. അപ്പൊ ഒരു പച്ചക്കറിയും വെറുതെ വെട്ടിട്ടില്ല, എല്ലാം വെട്ടി നുറുക്കി കൊണ്ടാട്ടമാക്കിയിട്ടുണ്ട്. ഉണക്കി സൺഡ്രൈഡ് ആണ്. ഓക്കെ. എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചു ഇവിടെ സ്റ്റോളിൽ വന്നിട്ട്? കാണിക്ക. അതെ. ഇത് ഉരുളക്കിഴങ്ങ്. ഓ, മസാല ഇട്ട ചിപ്സ്. പിന്നെ ശർക്കര വരട്ടി സ്പെഷ്യൽ. ഓ, കഴിച്ചു നോക്കിയിട്ട് പറയണം അല്ലേ? വെരി ഗുഡ്. ഷോപ്പുണ്ട്. എവിടെയാണത്? എന്താ പേര്? കൃഷ്ണകുമാർ. എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് നമ്മുടെ കടയിൽ? വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ചിപ്സ് ആണ് ഇതെല്ലാം അല്ലേ? ഓക്കെ. നിങ്ങളുടെ ഈ ഉപ്പിലിട്ടത്, അതേപോലെ പിക്കിൾസ്, ഡ്രൈ പിക്കിൾസ്, അതൊക്കെ എങ്ങനെയാ? നിങ്ങൾ പ്രിസർവേറ്റീവ്സ് ചേർത്താണോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് അതിന്റെ ഷെൽഫ് ലൈഫ് ഒക്കെ? ചെറിയൊരു വിനാഗിരി ചേർക്കുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറൊന്നും ചേർക്കാറില്ല, അഡീഷണൽ ആയിട്ട് ചേർക്കാറില്ല. എത്ര കൊല്ലം വരെ നിൽക്കും ഈ സാധനം മേടിച്ചു കഴിഞ്ഞാല്? 1 month ഒക്കെ. അല്ല, 1 കൊല്ലം വരെയൊക്കെ നിൽക്കും ഞാൻ കേട്ടിട്ടുണ്ട്. വൺ മന്ത് വരെ നിൽക്കും. അല്ല, പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൊങ്കണികൾക്ക് ഒരു തൈരും ഒരു ചെറിയൊരു പിക്കിളും ഉണ്ടെങ്കിൽ അടിപൊളി ഊണായി അല്ലേ? ഒരു പപ്പടവും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഭക്ഷ്യമേളയിൽ വന്നിട്ട് വെറൈറ്റി സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് പറയുന്നത് മാംഗ്ലൂർ മൂഡോ എന്നാണ് പറയുന്നത്. ഇത് കൈത ഓലയില് നമ്മളുടെ ഹിറ്റ് ഉണ്ടാക്കുന്നത് പോലെ, അതായത് എന്താ പറയുക, മാവൊക്കെ സെയിം തന്നെ, അത് ഈ രീതിയിൽ ഒഴിച്ചിട്ടാണ്. ഇത് നമ്മൾ വെറൈറ്റിയാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് കൂട്ടായിട്ട് നമ്മളെ ചട്നി ഉണ്ട്, അതുപോലെ ചേന കൊണ്ടുണ്ടാക്കുന്ന ചട്നി ഉണ്ട്, ഇത് ഇരുമ്പമ്പോളി കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. അങ്ങനെ വെറൈറ്റി കറിയുണ്ട്. അതുപോലെ ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബിസ്കൂട്ട് റൊണ്ടി എന്ന് പറയുന്ന ഒരു സാധനം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? ബിസ്കൂട്ട് റൊണ്ടി. വൈകുന്നേരമൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഈവനിങ് ടീക്ക് നമ്മളെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ബിസ്കൂട്ട് റൊട്ടി. ഇത് സ്വീറ്റ് അല്ലേ കേട്ടോ, ഇത് എന്താ പറയാ, ഒരു ചെറിയതായിട്ടുള്ള ഒരു എരിവും വേണോ? അടിപൊളി. ഇതെങ്ങനെ? ഇത് ബൺസ് അല്ലേ? അതൊന്ന് നോക്കിയാൽ കഴിച്ചിട്ട്. ഈ ബൺസ് എന്ന് പറഞ്ഞത് മേടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു,
ചെറുതായിട്ടൊരു മധുരം മാത്രമേ ഉള്ളൂ. ഡയബറ്റിക്സ് ഉള്ളവർക്ക് വരെ കഴിക്കാം. പഞ്ചസാരയൊന്നും ഇടുന്നില്ല, വെറുതെ പഴം മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത്. സൂപ്പർ, അടിപൊളി. മൂടോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കാം, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അത് ഈർക്കിലി കൊണ്ട് തന്നെ കുത്തിയിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. അതൊക്കെ നമ്മൾ എടുക്കണം ആദ്യം, അത് സൂക്ഷിക്കണം കേട്ടോ. ഈർക്കിലിയൊക്കെ എടുത്ത് മാറ്റി സാവധാനം ഇത് അഴിച്ച് റോള് പോലെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ഹിറ്റ് ഉണ്ടാക്കുന്ന സെയിം മാവാണെന്ന് തോന്നുന്നു അല്ലേ? സെയിം മാവാണ്. എന്തെല്ലാം വെറൈറ്റികളാണ് ഈ കൊങ്കണി ഭക്ഷണത്തിലുള്ളത് അല്ലേ? ഒരേ മാവ് തന്നെയാണ്, എന്നാൽ പല തരത്തില് പ്ലാവില കൊണ്ടുണ്ടാക്കുന്ന ഹൊട്ട ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മാവ് ഒഴിച്ചിട്ട് ഹിട്ടും ഉണ്ടാക്കുന്നു. ഇതിപ്പോ കൈത പോലെ ഇങ്ങനെ വളച്ചു ചുറ്റി ഒരു ഹൊട്ട പോലെ ആക്കിയിട്ട് അതിനകത്ത് മാവ് ഒഴിച്ചിട്ട് ഇതിന് പറയുന്നത് എന്താ, മൂഡോ എന്ന ഈ വിഭവം ഉണ്ടാക്കുന്നു. അതിന് എന്തെല്ലാം വെറൈറ്റികളാണ് ഈ കൊങ്കണി ഭക്ഷണത്തിലുള്ളത്. ആ ശ്രീമതി ഒന്ന് ആ ചേനയുടെ ആ ഇതിൽ നിന്ന് മുക്കി കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നൊന്ന് പറയാന്നിട്ട്. കൊതിയാവണുണ്ടല്ലേ? ആ തോയ അല്ലേ? പരിപ്പ് കറി. ആ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? സൂപ്പറാണ്. ഈ അച്ചാറാണ് സൂപ്പർ. ചേന കൊണ്ട്, ചേന വറുത്തിട്ടുണ്ടാക്കണ അച്ചാറാണിത്. നല്ല ടേസ്റ്റാണ്. ഇത് കൊങ്ങിണിമാരുടെ തന്നെ ഒരു സ്പെഷ്യലാണ്. ഇഡലിക്ക്, ദോശയ്ക്ക്, ഇതുപോലെയുള്ള ഇതിന് ഇങ്ങനെ വേണം. ഇത് തന്നെ ഇങ്ങനെ ചേനയുടെ കഷ്ണം വെച്ച് ഇങ്ങനെ മുക്കി. ഓ സൂപ്പർ. പറയാതിരിക്കാൻ വയ്യ. ഇനി ആ പരിപ്പിലും മുക്കണം. പിന്നെ സൈഡിൽ ചട്നി ഉണ്ട്. ഓരോ കഷ്ണം ഓരോന്നിലും ഇങ്ങനെ മുക്കി 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 തിന്നാലും മതി വരില്ല. ഒന്ന് അല്പം ചൂടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. ഇപ്പൊ അവരെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ടാവും അല്ലേ? ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അല്പം കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ സാധാരണ ഇഡലി മാവ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് സൂപ്പർ കേട്ടോ. ആ അതാണ് ആ ഇരുമ്പുളി എല്ലാം കൂടി ആകുമ്പം ഞാൻ കഴിച്ചു നോക്കിയത് ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇരുമ്പുളിയുടെ ഈ കറി അതാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു കേട്ടോ. സൂപ്പർ. ഞങ്ങൾ വീഡിയോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.